നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഇപ്രാവശ്യം നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടം കളങ്കാവൽ തന്നെ ആയിക്കോട്ടെ, അല്ലേ? കളങ്കാവൽ എന്നാൽ എന്താണ് എന്ന് ചിലർക്ക് അറിയില്ലായിരിക്കും. സാധാരണ ഇത് തെക്കൻ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലാണ് ഈ കളങ്കാവൽ ഉള്ളത്. അതായത് ദാരികനെ നിഗ്രഹിക്കാനായിട്ട് ദേവി രൗദ്രഭാവം തൊട്ട് സ്വർണ്ണ നിറമുള്ള മുടി അഴിച്ചിട്ട് അങ്ങനെ ചിരിച്ചാർത്തട്ടസിച്ചും ചിരിച്ചുമൊക്കെ വന്നിട്ട് നിഗ്രഹിക്കാനായിട്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അത് തിരുവനന്തപുരത്ത് വെള്ളായണി ക്ഷേത്രത്തിൽ, ഒരു പാച്ചല്ലൂർ ദേവീക്ഷേത്രത്തിൽ, ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലൊക്കെ ഉണ്ടെന്നാണ് അറിയുന്നത്. ഈ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ. ചിറയൻകീഴ് മീനമാസത്തിൽ ശാർക്കര ഭരണി വളരെ പ്രസിദ്ധമാണല്ലോ. അവിടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ് കാണേണ്ടത്. ദേവി അങ്ങനെ ചിരിച്ച് സ്വർണ്ണ മുടിയൊക്കെ ഉയർത്തി ആർത്തട്ടസിച്ച് വരുന്ന നിഗ്രഹിക്കാനായിട്ട് ഒരു നിഗ്രഹം തന്നെയാണ്. അത് കാണേണ്ട കാഴ്ച തന്നെയാണത്. അപ്പൊ അതിനാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന ആചാരം. തെക്കൻ കേരളത്തിലാണ് സാധാരണ അമ്പലങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിൽ ഈ ആചാരം ഇപ്പോഴും ഉള്ളത്. വടക്കൻ കേരളത്തില് വേറെ ആണല്ലോ. നമ്മുടെ ഡയറക്ടർ ഭരതന്റെ ഒക്കെ പടങ്ങളില് തെയ്യം തിറ ഒക്കെ രീതിയിലുള്ള പ്രത്യേകത ഉള്ള രീതിയാണ് അവിടെ വടക്കൻ കേരളത്തിലെ അമ്പലങ്ങളിലും. അങ്ങനെ ഓരോ അമ്പലങ്ങളിലും ഇതുണ്ട്. സാധാരണ ഈ ദേവീക്ഷേത്രങ്ങളിലാണ് ഈ കളങ്കാവൽ. സാധാരണ ഈ കളങ്കാവൽ എന്താണെന്നുള്ളതിന് ചിലർക്ക് അറിയാത്തത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതില് കളങ്കാവൽ എന്ന് പറയുന്നത് നിഗ്രഹിക്കാൻ വരുന്ന ആള് സാധാരണ ആളല്ല. നമ്മുടെ മമ്മൂട്ടി, സ്റ്റാലിൻ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. പുള്ളിയെ എന്റെ പടങ്ങളിലൊക്കെ വേറെ രീതിയിലൊക്കെയല്ല, ഞാൻ എടുത്ത് പറയുന്നില്ല. തനിയാവർത്തന സിനിമയിലൊക്കെ പാവം മാഷ്, പുള്ളിക്കാരനെ വെറുതെ ഭ്രാന്താണെന്നൊക്കെ ആരോപിച്ച് നിസ്സഹായനായിട്ടുള്ള കാഴ്ചയൊക്കെ അവസാനമൊക്കെ നമ്മള് അമ്മ ചോറ് വാരി തരട്ടെ ചോദിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ആ മമ്മൂട്ടിയാണ് നമ്മൾ പിന്നീട് പല പല വേഷപ്പകർച്ചകളിലൂടെ മാറി മാറി എന്തെല്ലാം തനിയാവർത്തനോ, പഴശ്ശിരാജ, പിന്നെന്താ പുഴു, പിന്നെന്താണ് വടക്കൻ വീരഗാഥ, ഇങ്ങനെയൊക്കെ എന്തെല്ലാം വേഷങ്ങളിലാണ് പുള്ളിങ്ങനെ മാറി മാറി നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭ്രമയുഗം ഇല്ലേ, അതാ കൊട്ടാരക്കര ശങ്കുണ്ണിയുടെ ഐതിഹ്യം പറയുന്നെടുത്ത ഒരു സംഭവമാണല്ലോ ഈ ഭ്രമയുഗം. അതിലൊരു വില്ലനല്ലേ, ആ വില്ലനൊന്നും ഈ കളങ്കാവലിന്റെ വില്ലന്റെ അടുത്തെത്തില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഒരു ആയിത്തീരേണ്ട ഒരു സിനിമ മമ്മൂട്ടി കമ്പനിയാണ് നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടിയാണ് ഇതില് മെയിൻ കഥാപാത്രവും വിനായകൻ വില്ലനുമാണെങ്കിൽ സാധാരണ ഒരു പടമായി മാറിയാനെ. ഇത് മമ്മൂട്ടിയുടെ ഒരു പകർച്ചയുണ്ടല്ലോ, ഒരു മാറ്റം. വിനായകനെ നായകനാക്കിക്കൊണ്ട് മമ്മൂട്ടി പ്രതിനായക വേഷത്തിലാണ് ചെയ്യുന്നത്. ഇതിന്റെ കഥ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇദ്ദേഹം ഒരു സൈക്കോപാത്ത് കഥാപാത്രമാണ്. അനവധി പെൺകുട്ടികളെ പുള്ളിക്കാരൻ കൊല്ലുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ നേരത്തെ അറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ പടം കാണുന്നതുകൊണ്ട് ഇയാൾ ആദ്യമായിട്ട് തന്നെ ഒരു കൂടെ സഹിക്കുന്ന ആ പെൺകുട്ടിയെ ഇദ്ദേഹം കൊല്ലുന്നൊരു സീനുണ്ട്. അപ്പോഴും തിയേറ്റർ കൈയടിക്കുന്നു. നോക്കണം, മമ്മൂട്ടി എന്ന വില്ലൻ കഥാപാത്രം ഒരു കൂടെ സഹിക്കുന്ന ആ സ്ത്രീയെ കൊല്ലുന്ന രംഗം വരുമ്പോൾ കയ്യടി നേടുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിക്ക് കിട്ടുന്ന കയ്യടി അല്ല, ആ കഥാപാത്രത്തിന് കിട്ടിയ കയ്യടിയാണ്. കാരണം മമ്മൂട്ടി അല്ല നമ്മൾ കാണുന്നത്, സ്റ്റാലിനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നിരവധി പെൺകുട്ടികളെ പുള്ളി വശീകരിച്ച് സമീപിച്ച് അങ്ങനെ കൊല്ലുന്ന ഒരു സൈക്കോപാത്ത്, ഒട്ടും ദയ അർഹിക്കാത്ത ഒരു കൊടും ചിരിയൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ. അയാൾ അതിന് സിഗരറ്റൊക്കെ ചവച്ചരയ്ക്കുന്നതൊക്കെ ഇതൊക്കെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ സംഭവങ്ങളാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഈ സൈന്യയുടെ മോഹൻ എന്നൊരു കഥാപാത്രം, ഒരാള് ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു. കർണാടകയിലെ നമ്മുടെ മൈസൂരിനടുത്ത് ഹസൻ എന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി. അതൊരു കഥയായിട്ട് ഒരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിരുന്നു. അതായത് ഹസൻ ഗ്രാമത്തില്, ഒരു ഉൾനാടൻ ഗ്രാമത്തില് അനിത എന്നൊരു പെൺകുട്ടി നല്ല ആ വീട്ടിലാരെ അറിയിക്കാതെ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് നല്ല ഇടണിഞ്ഞ് നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ്, മാത്രമല്ല അലമായിരുന്ന എല്ലാ ആഭരണങ്ങളും ഒരു ബാഗിലാക്കി, സഹോദരന്റെ ഒരു ഫോണും ബാഗിനകത്താക്കി, പുള്ളിക്കാരത്തി ആരും അറിയാതെ വീട്ടിൽ ചുറ്റും നോക്കി ഞാൻ ഇനി തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു യാത്രയാവുന്നുണ്ട് ആ പെണ്ണ്. അങ്ങനെ അവള് ഹസൻ ബസ് സ്റ്റാൻഡിലെത്തുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി കാത്തുനിന്ന ആനന്ദ് എന്ന ചെറുപ്പക്കാരനെ കാണുന്നു. സുന്ദരനായ ചെറുപ്പക്കാരൻ സമാധാനമായി പിറ്റേ ദിവസം പോകാൻ അങ്ങനെ അവർ റൂം എടുക്കുന്നു, താമസിക്കുന്നു. പിറ്റേ ദിവസം വിവാഹത്തിന് മുമ്പായിട്ട് അവർ വീണ്ടും അണിഞ്ഞിരിക്കുന്നു. മാലകളൊക്കെ സ്വർണ്ണമൊക്കെ ധരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആനന്ദ് പറയും, വേണ്ട നമുക്ക്
സമയമാകുമ്പോൾ മുഹൂർത്ത സമയം വരുന്നതിന് മുമ്പ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം. കാരണം ആനന്ദല്ലേ വിളിക്കുന്നു. അതൊന്ന് ചുറ്റിക്കറങ്ങി പോകാനായിട്ടൊക്കെ പോകും. അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിങ്ങളുടെ ഒരു മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ കല്യാണം കഴിച്ച് നമ്മൾ ദമ്പതികളാണെങ്കിലും നമുക്ക് ഉടനെ ഒരു കുഞ്ഞു വേണ്ട. അപ്പോൾ ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ടതുകൊണ്ട് എനിക്ക് സംശയം നീ പ്രഗ്നൻ്റ് ആണോ എന്ന്, അതുകൊണ്ട് ഈ ഗുളിക കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹക്കാരിയാണ്. നമുക്ക് സാവകാശം മതി എന്ന് അയാൾ പറഞ്ഞതുകൊണ്ട് അവൾ സമ്മതിച്ചു. അങ്ങനെ സ്ത്രീകളുടെ ശുചിമുറി മൂത്രപ്പറയിലേക്ക് അവൾക്ക് അയാൾ പ്രത്യേകിച്ച് ഓർപ്പിച്ചു, ഇതിലിപ്പോൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഛർദിലോ തലകറക്കുമ്പോഴൊക്കെ തോന്നും, ഇത് പഠിക്കണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. കാരണം വിശ്വസ്തനായ കാമുകനല്ലേ, അയാളൊപ്പം ജീവിക്കേണ്ടതല്ലേ. നീ ഇപ്പോൾ ഏതാനും മണിക്കൂർ കഴിയുമ്പം അദ്ദേഹം കടി കെട്ടും. അങ്ങനെ അവളത് സ്വീകരിച്ചു, അകത്ത് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബാത്റൂമിൽ ബഹളം കേൾക്കുന്നു, ആൾക്കാരുടെ ഓടിക്കൂടുന്നു. ഈ ആനന്ദ് ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിന്ന് എസ്കേപ്പായി. തിരിച്ച് ലോഡ്ജിൽ വന്ന് അവളുടെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഒന്നും അറിയാത്തവനെ പോലെ അയാൾ അവിടെ നിന്ന് പോയി മുങ്ങി. പിന്നീട് തുടർച്ചയായിട്ട് അയാൾ ഏതാണ്ട് 10-20 പെണ്ണുങ്ങളെ ഇങ്ങനെ വശീകരിച്ച് കൊല്ലുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഇയാൾ പണ്ട് ഒരു പെണ്ണെ സ്നേഹിച്ച് അവൾ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് ആത്മഹത്യയാക്കിയാണ് അവൾ മരിച്ചതെന്നൊരു കേസുണ്ട് പുള്ളിക്ക്. ആ കേസ് സമയത്ത് പുള്ളി ശിക്ഷിക്കപ്പെട്ടു. എങ്കിലും ആ ശിക്ഷ സമയത്ത് ജയിലിൽ വെച്ചിട്ട് വരുത്തുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനെ പരിചയപ്പെടാനായി. അപ്പൊ ആ സ്വർണ്ണപ്പണിക്കാരിൽ നിന്നാണ് ഈ സൈനൈഡ് എന്നുള്ള ഇത് സ്വർണ്ണപ്പണിക്കുന്ന ആവശ്യമുണ്ട് ഈ സൈനൈഡ്. അപ്പോൾ പുള്ളിക്കാരനെ കരസ്ഥമാക്കുന്നതും ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ തീരും. അങ്ങനെ മാത്രമല്ല, ഇത് പ്രത്യേകിച്ചാൽ ഈ പെൺകുട്ടികളൊന്നും ബാത്റൂമിൽ കയറിയിട്ട് അകത്തുനിന്നാണ് കുറ്റിട്ടിരിക്കുന്നത്. അപ്പോൾ ആരും അകത്ത് കയറി കൊന്നിട്ടില്ലല്ലോ, മരിച്ചു പോന്നു. പിന്നെ പോലീസിന് അന്വേഷണം പല രീതിയിൽ പോയിട്ടും വഴിമുട്ടുന്നു. ഏതായാലും ഒടുവിൽ ഇയാളെ തിരിച്ചറിയുന്നു, പിടിക്കപ്പെടുന്നു. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ പരത്തി പറയുന്നില്ല. അപ്പൊ ഇങ്ങനൊരു ഇൻസിഡന്റിനെ നമ്മുടെ ഈ ചിത്രത്തിന് ആധാരമാക്കി എടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതൊരു മോഷണത്തിലേക്കാണ് അയാൾ പോകുന്നത്. അയാളെ അന്വേഷിച്ചപ്പോൾ അയാളുടെ പേര് ആരെന്നല്ല, അയാളുടെ പേര് മോഹൻകുമാറാണ്. അയാൾ സ്കൂൾ അധ്യാപകനാണ്, കായിക അധ്യാപകനാണ്. അയാൾ ഒരിക്കലും ആരും അവിശ്വസിക്കില്ല. കാരണം ഈ സൈക്കോ കഥാപാത്രങ്ങൾ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും, വളരെ മിതഭാഷയായിരിക്കും. അങ്ങനെയാണ് ആദ്യം സൈക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് എനിക്ക് എല്ലാവരും അറിയണമെന്നില്ല. ഞാൻ കേട്ടതും വായിച്ചറിഞ്ഞുള്ള അറിവാണ്. ഏതായാലും ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം നമുക്ക് പ്രശംസിക്കാതെ വയ്യ. ആ ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി അല്ല ഇത്. സ്റ്റാലിൻ എന്നുള്ള പേരിൽ അയാൾ കാണിക്കുന്ന സംഭവങ്ങൾ, ഓരോ കൊലപാതകങ്ങൾ, അത് എല്ലാം ഒന്നും കാണിക്കുന്നില്ല. കാരണം എല്ലാം കാണിക്കേണ്ട ആവശ്യമില്ല. ആദ്യം കാണിച്ച കൊലപാതകം തന്നെ ഒരു ഭീകരമായ ഒരു കൊലപാതകമാണ്. പിന്നെ സജസ്റ്റീവ്ലി ഇദ്ദേഹം പല പെണ്ണുങ്ങളെ വശീകരിക്കുന്നത്, ബസ് യാത്രക്കിടയിൽ പല ദിവസങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ യാത്ര വശീകരിക്കുന്നു. അന്ന് സുമുഖനായ ഒരാൾ, പ്രായമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അയാളുടെ സ്ഥിരമുള്ള സംഭാഷണ രീതി. ഇതിൽ നമ്മുടെ ഗായത്രി അരുണെന്നൊരു ദീപ്തി IPS കണ്ടേ, അങ്ങനെ ഒരു നടിയെ കണ്ടല്ലോ. പിന്നെ വേറെയും ഒരുപാട് നമ്മുടെ പിന്നെ ഇതിൽ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് ചില ആൾക്കാർക്കൊക്കെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. സീരിയലിലൊക്കെ അഭിനയിക്കുന്ന സ്ത്രീകളുണ്ട്. പിന്നെ അസീസില്ലേ, അസീസ് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ്, അതിൽ അസീസ് ഉണ്ട്. കൊല്ലം തുളസിക്ക് ഒരു സിനിമയുണ്ട്. നമ്മുടെ കുഞ്ചൻ അദ്ദേഹത്തുണ്ട്. അങ്ങനെ പുള്ളിക്കാരന് അതിനകത്തുള്ളവർക്ക് മാക്സിമം വേഷങ്ങൾ കൊടുക്കാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. നല്ല ഒരു രീതിയിലാണ് ഈ പടം സ്ക്രീൻ പ്ലേ ഒക്കെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, അത്ര രീതിയിൽ മനോഹരമായിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇനി ഞാൻ ഈ അധികമായിട്ട് പറഞ്ഞിട്ട് ഇത് നിങ്ങളത് മുഷിപ്പിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം കൂടി ഒരു സംഭവം ഈ സിനിമ നമുക്ക് തരുന്ന ഒരു ഉപദേശമുണ്ട്. സൗഹൃദങ്ങൾ നല്ലതാണ്, പ്രണയവും നല്ലതാണ്. പക്ഷേ ഈ സൗഹൃദം നടിച്ചു വരുന്ന ആൾക്കാർ എത്രക്കാരായിരിക്കണം എന്ന് നമുക്കൊരു വിചിന്തനം നമുക്ക് നല്ലതാണെന്ന് സന്ദേശം ഈ സിനിമ കൊണ്ട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോഴത്തെ യൂത്ത് ആൾക്കാർക്ക് ഇപ്പോൾ മൊബൈലൊക്കെ ഉണ്ട്, മൊബൈലിലൂടെ സംസാരിക്കും, വശീകരിക്കും, സ്നേഹിക്കും, പ്രേമിക്കും. ചിലർ എന്തൊക്കെ രീതിയിലാണ് പ്രേമിച്ച് വരുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് യുവാക്കളോടും യുവതികളോടും കൂടി ഒരു സന്ദേശമായിട്ട് മിക്കവാറും നമുക്ക് ഈ സിനിമ കാണാം. ഒരു കുറ്റപ്പെടുത്തലല്ല, പക്ഷെ ഒന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വിനായകന്റെയും മമ്മൂട്ടിയുടെയും വേഷമാറ്റങ്ങൾ, നായകനായിട്ട് വിനായകനും ക്രൂരനായ വില്ലനായിട്ട് മമ്മൂട്ടിയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു, വിസ്മയിപ്പിക്കുന്നു. ഇനിയും അത്ഭുതങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്ന സിനിമകൾ മമ്മൂട്ടിയിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയൊന്നും വേണ്ട. കാരണം അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും നല്ല ചിത്രങ്ങൾ മമ്മൂട്ടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്മകൾ എല്ലാവർക്കും നേരുന്നു. നല്ലൊരു സിനിമ കണ്ടതിന്റെ തൃപ്തിയോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.